കുട്ടമ്പിള്ളക്ക് മാത്രം എന്താ സല്യൂട്ട് ചെയ്യാൻ കൈ പൊങ്ങൂലേ? രണ്ട് നിസാര കള്ളന്മാരെ പിടിച്ചെന്ന് വെച്ചാ നിസ്സാരന്മാരാണോ വേന്ദ്രന്മാരാണോ എന്ന് താൻ അറിയേണ്ട കാര്യമില്ല. ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ഞാനൊരു കീഴ്പ്പെടുത്തിയത്. തനിക്ക് എന്നെ പുഗ്നമാണല്ലേ? മിന്നലായാലും കൊള്ളാം, ഇടിവെട്ടായാലും കൊള്ളാം. എനിക്കാരോട് ഒരു പുഗ്നവും ഇല്ല. ഉണ്ട്. 20 വർഷമായിട്ട് മൂത്ത് നരച്ച ഒരു അഡീഷണൽ SI പോലും ആകാൻ കഴിയാത്ത തനിക്ക് ഒരു സബ് ഇൻസ്പെക്ടർ സല്യൂട്ട് ചെയ്യാൻ പുച്ഛമാണെന്ന് എനിക്കറിയാം. അർഹതയുള്ളവരെ ഞാൻ ഇന്നും അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള അർഹത ഇല്ലെന്നല്ലേ? ഇല്ല. അരയടി പൊക്കക്കുറവിന് 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് മേടിച്ച ഈ സബ് ഇൻസ്പെക്ടർ തൊട്ടിയ സല്യൂട്ട് അടിക്കാൻ എനിക്ക് മനസ്സില്ല. തന്നെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. കുട്ടമ്പിള്ളേ സല്യൂട്ട് അടി. കുട്ടമ്പിള്ള അടിക്കാൻ. അയ്യോ അയ്യോ എന്തത്? അല്ല, നീ അടിക്കാൻ പറഞ്ഞു, ഞാൻ അടിച്ചു. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷൻ. ദൈവമേ, എന്റെ വായിൽ ഒരു തെറി പോലും വരുന്നില്ലല്ലോ. അച്ഛാ, ഞാനൊരു സ്വപ്നം കണ്ടത്. ഞാൻ SI ആയെന്ന്. ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്നാലേ എന്റെ മോൻ SI അല്ല, IG ആകും. IG ആകാനാണ് എനിക്കിഷ്ടം. ആക്ച്വലി SI ആകാൻ അരടി പൊക്കം കൂടി വേണമെന്നല്ലേ സെലക്ഷൻകാർ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സംശയം, ഈ കുള്ളനായ അച്ഛൻ എങ്ങനെയാണ് പോലീസുകാരനായത്? കൈക്കൂലി കൊടുത്തിട്ടല്ലേ? എന്റെ നടുവേ. കാലത്ത് തുടങ്ങി ലാത്തി ചാർജ്. നാട്ടുകാരെ തല്ലേ എടുട്ടുമ്പോൾ ഒരു അറിയും. അതുകൊണ്ട് പരീക്ഷ എന്റെ അച്ഛത്തേക്കാ. അമ്മയുടെ നായർക്ക് വട്ടാ. അതന്നെയല്ലേ ഞാനും പറഞ്ഞോളൂ, എന്റെ അച്ഛൻ വട്ടാണെന്ന്. കേട്ടില്ലേനി നിന്റെ മോന്റെ തിരുവചനം? രാവിലെ എഴുന്നേറ്റ് വല്ല കപ്പേലോ കമ്പയിലോ തൂങ്ങുന്നതിന് പകരം പോത്തുപോലെ കിടന്നുറങ്ങുക. നിന്റെ മോൻ ഈ SI ആകത്തില്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. എന്റെ അരടി പൊക്കക്കറിവിന് 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് എന്നെ ഒരു SI ആക്കി തരാൻ എത്ര കാലമായി പറയണത്? ഞാൻ അങ്ങനെ 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് എന്റെ മോൻ അങ്ങനെ SI ആകണ്ട. ഞാൻ 1.5 ലക്ഷം രൂപ കൊടുക്കണ്ട. ഞാൻ പൊക്കം കൊടുന്നതേ എന്റെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ ആരുടെ കുഴപ്പം കൊണ്ടാണ്? അമ്മയുടെ കുഴപ്പം കൊണ്ട്. എന്റെയോ? അമ്മക്ക് കല്യാണം കഴിക്കാൻ ഈ പൊക്കം കുറഞ്ഞ കുള്ളനച്ഛനെ മാത്രം കിട്ടിയോളാം. ലോകത്ത് പൊക്കം കൂടി എന്തോരം അമിതാഭ് ബച്ചൻ അച്ഛന്മാരുണ്ട്. അവരാരെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ അരയടി പൊക്കത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇരുന്ന് അലയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അടിച്ചു കൊണ്ടു. ഹായ്. എത്രയായി? 10 രൂപ. ചേട്ടാ 50 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാ 10 രൂപ പോയിട്ട് ബാക്കി 40 രൂപ എടുക്കും. ഇതാ. താങ്ക് യു. എടോ 50 രൂപ എടുക്കണോ? 50 രൂപ? ഞാൻ 50 രൂപ ആദ്യം തന്നപ്പോഴാണല്ലോ താൻ 40 രൂപ തിരിച്ചു. ഞാനല്ലേ ചില്ലറ തന്നത്. ആഹാ, അത് ശരി. മീറ്ററിൽ 10 രൂപയായി. ഞാൻ തന്ന പുതുപുത്തൻ 50ന്റെ നോട്ട് തന്നപ്പോ 10ന്റെ 40 രൂപ തിരികെ തന്നു. ഇനി എന്തിനു വീണ്ടും ഞാൻ 50 രൂപ തരണം? താൻ ആളെ കളിപ്പിക്കാതെ മര്യാദ കാശിടോ. മനസ്സിലടോ? മനസ്സില്ലേ? എന്താ പ്രശ്നം? എന്റെ ചേട്ടാ 5 രൂപയ്ക്ക് തികച്ചു ഓടിയില്ല. 10 രൂപ വേണമെന്ന് പറഞ്ഞു. ശരി, എന്തോ വരട്ടെ എന്ന് എഴുതി ഞാൻ 50 രൂപ കൊടുത്തു. 40 രൂപ ബാക്കിയും തന്നു. ഇപ്പൊ അയാൾ പറയണ അയാൾക്ക് 50 രൂപ വീണ്ടും കൊടുക്കണം. സാറേ, ഞാൻ 40 രൂപ കൊടുത്തെന്ന് സത്യ. പക്ഷെ ഇയാൾ എന്റെ 50 രൂപ തന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാശ് കൊടുക്കാതെ ആരെങ്കിലും ബാലൻസ് കൊടുക്കും. ചേട്ടന്റെ ശരീരത്ത് നോക്കിക്കേ, 5 പൈസ എന്റെ എടുക്കാനില്ല. ആകെ ഉണ്ടായിരുന്ന പുതുപുത്തൻ 50ന്റെ നോട്ട് ഞാൻ ഇയാൾക്ക് കൊടുത്തു. അത് എന്റെ കാശ്. ഒന്നും പറയണ്ട. ഈ കാശെന്ന് കരുതിയാണ് ഈ കാശ് വാങ്ങിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ കാശല്ല, ഇതാണ് കാശെന്ന്. ഇതാണ് കാശ്, എന്റെ കാശ്. ആളെ പറ്റിക്കാവുന്ന പോടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സോറി സോറി. ഈ ആട്ടോക്കാരനാ. അറിയാതെ സംഭവിച്ചു പോയതാണ്. സാരമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഒന്നുകൂടെ തരട്ടെ. ഇത് അതല്ല, യാതൊരു മാറ്റമില്ല. ഉറപ്പ്. എങ്കി വാ, കയ്യോടെ പിടികൂടാ. ഹിസ്റ്ററി വളരെ ടഫാ. എനിക്കാണെങ്കിൽ ഇത് നീ അലക്കാരൻ പുഷ്കരന്റെ മോനല്ലേ? ഏത് പുഷ്കരൻ? എവിടത്തെ പുഷ്കരൻ? അപ്പൊ നിന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ അച്ഛന്റെ പേര് പുഷ് 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 ജോർജ് പുഷ്. എന്താ നമ്മളാരാ മനസ്സിലായില്ലോ? ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കയ്യോടെ പിടികൂടി നോക്കാമെന്ന് കരുതിയത്. എന്ത് നോക്കാൻ? ഊരടാ തുണി. പട്ടാ പോലെ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി തുണി അഴിക്കാൻ പറയാം. അത് ലവേഴ്സിന്റെ മുമ്പിൽ വെച്ച്. നിങ്ങൾ എന്ത് വൃത്തിയായി കാണിക്കണേ? പെങ്ങളെ, ഞങ്ങൾ ഇവന്റെ അച്ഛനടുത്ത് അലക്കാൻ കൊടുത്ത തുണിയായത്. അയ്യേ, ഊരടാ. എന്നാ ഞാൻ എന്റെ അച്ഛനടുത്ത് അച്ഛനോട് ചോദിക്കും. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ താ. വണ്ടി വണ്ടി വണ്ടി. നിങ്ങൾ എന്റെ പുറകെ ഇങ്ങനെ ഓടരുത്. നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കാൻ. എന്താണിത്? അത് വേണ്ടല്ലോ. നീ മുകളിലത്തെ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അടിയിലെത്ര വേറെയാ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം.
നീ ഇത് കാണുന്നില്ലേ എന്റെ കൃഷ്ണ? ട്രാഫിക്കും ബ്ലോക്ക് ആക്കിയിട്ട് പോലീസ് പേരും വിളിക്കുന്നോടാ പട്ടി. ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെ ആയിരിക്കും. ഇന്ന് ആശങ്ങൾ ഓരോന്നോന്ന് കേറും. ചോദിച്ചാലും തടി ഊരി. ഹലോ, ജോഗിങ് ജോഗിങ്. ഇന്ത്യക്ക് വേണ്ടി ഏഷ്യാനെറ്റ് ഞാൻ മാത്രമേ ഓടുന്നുള്ളൂ. ഇന്ത്യക്ക് സ്വർണ്ണം ഉറപ്പാ. എന്താ നമ്മുടെ ഗുഡ് നെയിമിങ്? സോഫി. ഓഹോ, എങ്ങനെയാ ഓട്ടത്തിന്? മോശമില്ല. എനിക്ക് തോന്നി. എവിടെയാണ് ഞാൻ തരുന്നത്? എന്റെ ചാത്തങ്കാളി അമ്മുണ്ണിയമ്മേ, ഇതെവിടെ പോയി? എന്തൊരു കഷ്ടാണ്. ഇതെന്താ ഇത്? കൊറേ നേരായല്ലോ തെരയുന്നു. എടി, ഞാൻ ഇന്നലെ അലക്കിട്ട എന്റെ അണ്ടർവെയർ എവിടെടി? ഓ, അതാണോ? നിനക്കത് നിസ്സാരം. ഞാനിത് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ നോക്കി. എന്റെ അങ്കിളാപ്പ് നിനക്കറിയില്ല കേട്ടാ? ഇതെവിടെ പോയി എന്റെ ഭഗവാനേ? എന്താണ് ഇത്ര കൂലങ്കഷമായി തപ്പുന്നത്? എടാ, ഞാനിത് കിടന്ന് തപ്പാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? അല്ല പിതാജി. ആടെ പിശാചേ, എടാ നിന്നെ പേടിച്ചിട്ടൊരു മാസം കഴിഞ്ഞ് ഇന്നലെയാ ഞാനിതൊന്ന് ഊരി നനച്ചിട്ടത്. അതിനിടയിൽ നീ അടിച്ചു മാറ്റി. എനിക്ക് വേറെ ഇല്ലാഞ്ഞിട്ടല്ലേ പപ്പ? ഇല്ലെങ്കിൽ ഇല്ലാത്ത മാതിരി നടക്കണം കഴുതേ. ഊരടാ. അയ്യേ പപ്പ, ആരെങ്കിലും കാണും പപ്പ. കാണട്ടടാ. എന്ത് ശ്രീധനം. ശ്രീധനം അത് നിനക്ക് ഇല്ലല്ലോ. അയ്യേ പപ്പ. ഊരടാ. പപ്പ, ഊര്, പപ്പ, ഊര്. ചേട്ടൻ ആരുടെ സ്റ്റൈലിൽ മുടി വെട്ടണമെന്നാ പറഞ്ഞത്? അല്ല, ഇവിടെ ആരുടെയൊക്കെ സ്റ്റൈലിൽ വെട്ടും. ഇവിടെ ഒരുപാട് പേരുടെ സ്റ്റൈലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇവരുടെ ആരുടെ സ്റ്റൈൽ വേണം? അല്ല, വേറെ ഏതെങ്കിലും സ്റ്റൈൽ അല്ലേ? പിന്നെ ഉണ്ടല്ലോ, നെടുമുടി വേണു, തിലകൻ, നരേന്ദ്ര പ്രസാദ്, ബാലചന്ദ്ര മേനോൻ, ജഗദീഷ് ശ്രീകുമാർ, മാമുക്കോയ, എം എസ് ത്രിപുടിത്തറ, ജഗദീഷ്, എം കുമാർ, എന്നമ്പിള്ള, മധു, കെ പി ഉമ്മർ, പ്രേം നസീർ, എം ജി സോമൻ, ഇന്ദ്രൻസ്, കൊച്ചൻ ഖലീഫ. ഇയാളുടെ സ്റ്റൈലിൽ ഇവരോട് മുടി വെട്ടും. ഇനി ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ തമിഴ് സ്റ്റൈലുണ്ട്. ഒരു ഭാഷ, ബാർബർ ഭാഷ, ഒരു തടവ് ചർച്ച, 100 തടവ് ചർച്ച മതി. എന്നാലേ ഇവരുടെ ആരുടെ സ്റ്റൈല് വേണ്ട. ഇതൊന്ന് ഫിനിഷ് ചെയ്ത് തന്നാ മതി. അയ്യേ, ഇതെന്തോന്ന് ഫിനിഷ് ചെയ്യാൻ? ഇപ്പൊ തന്നെ നല്ല ഫിനിഷിംഗ് ആണല്ലോ. ശശി, ആ നീയാ നമ്മുടെ ജെയിംസോടെ? അവൻ മുറപ്പെണ്ണെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയല്ല. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. കിടത്തി ഉറക്കുന്ന അയ്യോ, കലം 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 അമ്മച്ചിയെ കട്ടി ചട്ടി ചട്ടി കലം കലേ കലം. വില കുറവാണ്. മുകളിൽ വെച്ചാൽ പൊട്ടില്ല, താഴത്ത് വെച്ചാൽ പൊട്ടില്ല. അമ്മച്ചിയെ വട്ടത്തിലുള്ള ചട്ടിയെ. അയ്യോ, 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 എടാ മാറ്. അയ്യോ, അയ്യോ, എടാ മാറിക്കോ. അയ്യോ, അയ്യോ, എന്റെ കലം കൊണ്ട് പോലെ എന്റെ കാശിനടുത്ത് ഞാൻ വിടുന്നു. അവിടെ കട്ടി പിടിച്ചെന്നെ കലം പിടിച്ചു. എന്റെ കലം കൊണ്ട് അവിടെ ഈശ്വര, ഈ കലം ആരെടുക്കും? മേടിച്ചിട്ട് വേണം. അയ്യോ, പട പേടിച്ച് 12 എന്നപ്പോ അവിടെ പന്തം കൊളുത്തി പടം. ഇനി ഏതിലും കയറും. എന്താ എന്താ മേരി? എന്താ? ഭീകരരൂപം, ഒരു വല്ലാത്ത മുഖം. എവിടെ? അവിടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ചാടിയിട്ടുണ്ട്. അവനെ വിടില്ല. അവൻ എവിടെയെങ്കിലും കാണും. ഇത് അവന്റെ സൈക്കിളല്ലേ? എന്നാൽ ഇതിനകത്ത് കാണും. പിന്നെ കേറാൻ വാ. എന്താ 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 മോളെ? ജുറാസിക് പാർക്ക്. എവിടെ? അങ്ങോട്ട് പോയി. അവനെ ഇന്ന് ഞാൻ ജുറാസിക് പാർക്ക് നിന്റെ അച്ഛൻ. ഈ കലം ഇവനില്ലാതെ കാണാനില്ല. ഇവൻ എവിടെ പോവാനാ? ഇവിടെ എവിടെങ്കിലും കാണും. തപ്പി പിടിക്കാൻ നമുക്ക്. അവിടെ
നിന്നെ ഞാൻ നിനക്ക് നടക്കാൻ തുടങ്ങി. എന്തോ ഈ കേറി. വാ ചേട്ടാ, അവനിവിടെ ഉണ്ട്. മോഷണം നടത്തുന്നതല്ലേ? ഒച്ച ഉണ്ടാക്കല്ലേ, ഇത് ഞാനാ. ജെയിംസ് അച്ഛനായിരുന്നു. ആ അച്ഛൻ എന്താ ഇവിടെ? ഓ, അത് പറഞ്ഞ ഒരു കലങ്കഥ മുഴുവൻ പറയേണ്ടി വരും. റോഡ് ആക്സിഡന്റ് തൊട്ട് ജുറാസിക് പാർക്ക് ആയ കഥ വരെ. ഓ അതപ്പോ അച്ഛനായിരുന്നു. അപ്പൊ ഇതോ? അത് കഷ്ടകാലം പിടിച്ച ജുറാസിക് പാർക്ക്. നിന്നെ കാണാൻ വേണ്ടിയാ ഈ സാഹസികത മുഴുവൻ അനുഭവിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആകെ ചളമായി. അച്ഛനെ അമ്മച്ചനെ ഇപ്പൊ നേരിട്ട് കണ്ട ഇനി ചളവാവും. വാ വഴി ഉണ്ടാക്കാം. ഏത് വഴി? വരുന്നേ. അയ്യോ, ഇയാളെങ്ങനെ ഇതിനകത്ത് വന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ അയ്യോ, തല്ലല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞങ്ങളല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇങ്ങേരുമല്ല. ഇതിനകത്ത് വേറെ ആരോ കടന്ന് കളിക്കുന്നുണ്ട്. അടുത്ത അടി കിട്ടുന്നതിന് മുമ്പ് ഓടിക്കോ. ഓടിക്കോടാ. അയ്യോ. വാ വാ പോയിക്കോ. പോ. അയ്യോ അല്ല, അതാരാ അതെന്റെ കൂട്ടുകാരിയാ. വന്നത്? ഞാൻ കണ്ടില്ലല്ലോ. കുട്ടി അവിടെ നിന്നേ. കുട്ടി അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാൻ നിൽക്കാൻ പറ്റും. നീയായിരുന്നു. അയ്യോ.